നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു ദൈവവചനമുണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് അവന്റെ ഭക്തന്മാരോട് കരുണ തോന്നുമെന്ന്. ഒരിക്കൽ യേശു കർത്താവ് നൈൽ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിനെതിരായി ഒരു വിധവയായ സ്ത്രീ തന്റെ മകന്റെ ചേതനയേറ്റ ശരീരമായി കടന്നു വരുന്നു. അവിടെ കൂടെ വളരെയധികം പുരുഷാരമുണ്ട്. എങ്കിലും അവൾ വളരെ നിരാശയോടെ കണ്ണുനീരോടെയാണ് കടന്നു വരുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ കണ്ണുനീരിൽ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ആർക്കും നമ്മളെ സഹായിപ്പാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ആ ആയിരങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോഴും ആർക്കും നമ്മളെ സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോഴും അവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, അവിടെ കണ്ണുനീര് കണ്ട് ദൈവത്തിന്, കർത്താവിന് അവളോട് മനസ്സലിഞ്ഞ് അവളോട് പറഞ്ഞു, കരയേണ്ട എന്ന്. എന്നെ കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളോടും പറയുകയാണ്, കരയണ്ട, നിരാശപ്പെടേണ്ട. എല്ലാം അസ്തമിച്ചു എന്ന് നീ വിചാരിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളിൽ മറികടക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യും. ബൈബിൾ പഠിപ്പിക്കുമ്പോൾ തന്നെ അമ്മയുടെ സ്നേഹവും അപ്പന്റെ കരുതലുമാണ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. മറ്റേ അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരു നാളും നിന്നെ മറക്കത്തില്ല. ധൂർത്തപുത്രന്റെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അപ്പന് നഷ്ടം വരുത്തിയിട്ട് പോകുമ്പോൾ, അപ്പന്റെ അവകാശങ്ങളെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ അപ്പന് നഷ്ടം സംഭവിച്ചാലും തൻ്റെ മകന് വേണ്ടി കാത്തിരിക്കുന്ന, തൻ്റെ മകനോട് കരുണ കാണിക്കുന്ന ഒരു അപ്പനെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാം. ഇതേപോലെയാണ് നമ്മുടെ യേശു കർത്താവ്. നമ്മൾ ദൈവത്തിന് നഷ്ടം വരുത്തിയാലും, നഷ്ടം സഹിക്കേണ്ടി വന്നാലും, തൻ്റെ ജീവനെ കളയേണ്ടി വന്നാലും തൻ്റെ മക്കൾ നിത്യനരകത്തിലും നിത്യനാശത്തിലും വീണു പോകല്ലെന്ന് കണ്ടുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം ആ ദൈവം എന്ന പദവി വിട്ടുകളഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി കളഞ്ഞു. നഷ്ടം സഹിക്കേണ്ടി വന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ. ഈ ലോകത്ത് എല്ലാം അസ്തമിച്ചെന്ന് പറഞ്ഞാലും, കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും സഹായിപ്പാൻ കഴിയത്തില്ലെങ്കിൽ, തൻ്റെ ജീവിതത്തിലെ ആശ്രയം എല്ലാം നഷ്ടപ്പെട്ടു പോയാലും, എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീര് കണ്ടിട്ട് അവിടെ പറയുന്ന അവൾ പ്രാർത്ഥിക്കുന്നില്ല, അവൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ ചില വേദന ഘട്ടങ്ങളിൽ, ചില പ്രയാസ ഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ മുറിവിനെയും നിന്റെ കണ്ണുനീരിനെയും കണ്ട് നിന്നോട് മനസ്സലിഞ്ഞ് നിന്റെ വേദനയ്ക്ക് മറുപടി തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ദൈവം പറയാണ്, ഞാൻ നിന്നെ അനാഥനായി ഒരു നാളും വിടത്തില്ല. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.